ഹായ് മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുകയാണ്. കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അതിന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പേജ് നമ്പർ 36 ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ഈ ആംഗിളിൻ്റെ ഫോർമേഷൻ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ കാണുന്ന ആംഗിളിനെ വിളിക്കുന്നത്, ഇയാൾ സത്യം പറഞ്ഞാൽ കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ എന്നാണ് അയാളുടെ പേര് കേട്ടോ. കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ. ഞാൻ അയാളെ വിളിക്കുന്ന പേര് മക്കൾ നോക്കിയടാ, ഈ കാണുന്ന സെൻട്രൽ ആംഗിളിനെ ഞാൻ വിളിക്കുന്ന പേരാണ് പുഷ്പരാജ്. എന്താ വിളിക്കുന്നത്? പുഷ്പരാജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളിന് നേർ പകുതി ആയിരിക്കും അരപുഷ്പരാജ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അരപുഷ്പരാജ് എന്ന് വിളിക്കുന്നുണ്ട്. സെറ്റാണല്ലോ. ഇയാൾക്ക് രണ്ട് എക്സാമ്പിൾ നോക്കി നോക്കാം. എന്താ, ഈ കാണുന്ന ആൾ പുഷ്പരാജ്, ഈ കാണുന്ന ആൾ അരപുഷ്പരാജ്. ഇയാൾ 120, ഇയാൾ 60. ഈ കാണുന്ന ആൾ പുഷ്പരാജ്, ഇയാൾ അരപുഷ്പരാജ്. പുഷ്പരാജ് 72 ആണെങ്കിൽ അരപുഷ്പരാജ് 36. സെറ്റ്. ഇത്രയോട് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ എന്ത് ചെയ്തു, നമ്മൾ ആ കോൺസെപ്റ്റ് പഠിച്ചു തീർത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 36 രണ്ട് ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒരു ചോദ്യം ചെയ്തു നോക്കാം. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ is the arc marked in the picture below. അപ്പോൾ നമുക്കറിയാം ആർക്ക്, ചാപം എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ളത് എത്ര ഭാഗമാണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ എത്ര ഭാഗമാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അയാൾ അവിടെ ആണെങ്കിൽ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം അയാളെ വരച്ചെടുക്കുന്നുണ്ട്. നോക്കിയിടാം, ഞാൻ ഈ കാണുന്ന രണ്ട് പോയിന്റുകളെയും സെൻറ്ററിലേക്ക്, ഇവിടെയാണ് സെൻറ്റർ എന്ന് വിചാരിക്കുന്നു, അവിടേക്ക് വരച്ച് ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കാണുന്ന ആംഗിൾ ഉണ്ടെങ്കിൽ എനിക്ക് ബാക്കി പറയാൻ വേണ്ടിയിട്ട് പറ്റും. മക്കളെ, ഈ കാണുന്ന ആളുകൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഇയാൾ പുഷ്പരാജാണ്, ഇയാൾ അരപുഷ്പരാജാണ്. അപ്പോൾ ഇയാൾ 40 ആണെങ്കിൽ ഈ കാണുന്ന ആൾ എത്രയായിരിക്കും മക്കളെ? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് സർക്കിൾ, വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ചാപത്തിൻ്റെ നീളം സമം ലെങ്ത് ഓഫ് ആർക്ക് ഇസ് ഈക്വൽ ടു നമുക്ക് നോക്കുക. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 80 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ അല്ലേ മക്കളെ? മൊത്തം എത്ര ഡിഗ്രിയാണുള്ളത്? 360 ഡിഗ്രിയാണുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സീറോസ് ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു 8ഉം 36ഉം ഉള്ളത്. ഞാൻ രണ്ടിനും 4 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ 9 ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് എനിക്കുള്ള 2/9 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ സർക്കിളിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2/9 പാർട്ട് ഓഫ് സർക്കിൾ. വൃത്തത്തിൻ്റെ 2/9 ഭാഗമാണ് അയാൾ എന്ന് നമുക്ക് എഴുതി വയ്ക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ചോദ്യം അവസാനിച്ചു. ഓക്കെ, രണ്ടാമത്തെ, വെൻ ദ കോർണർ of a bent wire was placed at the center of a circle, 1/10 of the circle was contained within it. ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിൻ്റെ 1/10 ഭാഗം അതിനുള്ളിൽപ്പെട്ടു. മക്കളെ നോക്കിയടാ, ഈ കാണുന്ന ആള് ഒരു കമ്പിയാണ്, അയാളെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പോൾ സെൻറ്ററിലാണ് വെച്ചത്. അപ്പോൾ വൃത്തത്തിൻ്റെ 1/10 ഭാഗം അവിടെ കൊണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ 1/10 ഭാഗം കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന സെൻട്രൽ ആംഗിൾ ആരാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചൂടെ? നമുക്ക് ആരാന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഞാൻ അത് കഴിഞ്ഞിട്ടേ ബാക്കി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇയാൾ ശരിക്കും എക്സ് ആണെങ്കിൽ നോക്കി നോക്കിയടാ, നമുക്ക് ആ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ സമം സെൻട്രൽ ആംഗിൾ ഇസ് ഈക്വൽ ടു, ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഈ കാണുന്ന എക്സിനെ നമുക്ക് അറിഞ്ഞൂടാ. x/360 എന്നാണ് നമ്മൾ ചെയ്യാനുണ്ടാവുക. 1/10. എക്സ് ആരാ മക്കളെ? സെൻട്രൽ ആംഗിൾ. 360 ആരാ? മൊത്തം ആംഗിൾ 360 ആണ്. 1/10 ഭാഗമാണ് എന്ന് നമ്മളോട് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും ഇയാൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുക? സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, കോണോട് കോണൊന്ന് ഗുണിച്ചാൽ മതി. അപ്പോൾ 10 × x ഇസ് ഈക്വൽ ടു 360 എന്നാണ് കിട്ടുക. അവിടുന്ന് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 360 ഡിവൈഡഡ് ബൈ 10 ചെയ്യാനുണ്ടാവുക. നമുക്ക് സീറോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 36/1 അഥവാ 36 ഡിഗ്രി. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 36 ഡിഗ്രിയാണ് എന്നുകൂടെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യത്തിൻ്റെ ആകെ ഇതുവരെ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും നമുക്ക് ബാക്കി നോക്കി നോക്കാം. If the corner of this wire is placed on the point of a circle as in the second picture, what fraction of the circle would it contain? അടുത്ത ഭാഗത്ത് പറയുന്നു, ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൽ എത്ര ഭാഗമാണ് അതിലുണ്ടാവുക? നോക്കടാ, ഈ കാണുന്ന നമ്മൾ 36 ഡിഗ്രിയില്ലേ, ഇയാൾ ഇവിടുന്ന് എടുത്തിട്ട് നേരെ സെൻറ്ററിൽ വെക്കാത്തതിന് പകരം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, സ്വാഭാവികമായും അവിടെ സെൻട്രൽ ആംഗിൾ മാറിയിട്ടുണ്ടാവുമല്ലോ. നമ്മളോട് എത്ര ഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ആ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, വരയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇതാ
ഇങ്ങനെയായിരിക്കും അവിടെ സെൻട്രൽ ആംഗിൾ വന്നിട്ടുണ്ടാവുക. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാണുന്ന ആൾ 36 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ഇയാൾ അരപുഷ്പരാജാണ്, ഇയാളാണ് പുഷ്പരാജ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക? 72 ഡിഗ്രി ആയിരിക്കും അയാൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എത്ര പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക്, ഞാൻ നേരത്തെ എഴുതിയതുപോലെ തന്നെ എഴുതുന്നുണ്ട്, ലെങ്ത് ഓഫ് ആർക്ക്, ചാപത്തിൻ്റെ നീളം സമം അല്ലേ. എടാ 72 സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ ഡിവൈഡഡ് ബൈ 360 എന്ന് കൊടുക്കുന്നുണ്ട്. ഇയാളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 72 കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു മക്കളെ. 360 72 ഉണ്ടല്ലോ, 72 കൊണ്ട് തന്നെ കട്ട് ചെയ്താൽ 72 ഒരു പ്രാവശ്യമുള്ളത്. 360 എത്ര പ്രാവശ്യം 72 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പ്രാവശ്യം 72 ഉള്ളത്. 1/5 പാർട്ട് ഓഫ് സർക്കിൾ. അപ്പോൾ അതും കഴിഞ്ഞു. ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട് അതിൽ. ഇതാ, വാട്ട് if it is placed at a point on circle as in the third picture. മറ്റേതെങ്കിലും വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചോളൂ. എടാ ഏത് സർക്കിളിൽ മക്കൾ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഏത് സർക്കിൾ ആയാലും ഇവിടെയുള്ള ടോട്ടൽ ആംഗിൾ മാറുകയില്ല. അപ്പോൾ ആ സർക്കിളിൻ്റേതായിട്ടുള്ള 1/5 പാർട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. അയാൾ അവിടെ ഒരു മാറ്റവും എന്ത് ചെയ്യുന്നില്ല, വരുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആണെങ്കിലും 1/5 പാർട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ ഫസ്റ്റ് സെറ്റ് എക്സസൈസസ് നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്.